ഹലോ എവ്രി വൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നലെ വരെയുള്ള ന്യൂസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെൻ്റെ ലെസൺ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഇന്ന് ഏപ്രിൽ 20 അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മെഗാ ടൂറിസം പ്രൊമോഷൻ ഇവൻറ്റ് ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് കാശ്മീർ അനദർ ഡേ ഇൻ പാരഡൈസ് ഓർഗനൈസ്ഡ് റീസെൻ്റ്ലി അറ്റ് ശ്രീനഗർ. അപ്പോൾ മെഗാ ടൂറിസം പ്രൊമോഷൻ ഇവൻ്റായ ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് കാശ്മീർ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തു ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലായ ശ്രീനഗറിൽ വെച്ചാണത് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ദ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീറായ മനോജ് സിൻഹ ആൻഡ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ടൂറിസം ആൻഡ് കൾച്ചർ ഇൻഡിപെൻഡൻറ്റ് ചാർജായ ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. വിർച്വലായിട്ടാണ് അഡ്രസ്സ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്ത ഈ ഇവൻറ്റ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. ക്യാപിറ്റൽ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ക്യാപിറ്റൽ 2 ക്യാപിറ്റലാണുള്ളത്. ഒന്ന് സമ്മർ ക്യാപിറ്റൽ, ഒന്ന് വിൻ്റർ ക്യാപിറ്റൽ. അപ്പോൾ സമ്മർ ക്യാപിറ്റലിൽ വെച്ചാണ് ആ ഇവൻറ്റ് നടന്നത്. അപ്പോൾ സമ്മർ ക്യാപിറ്റൽ ശ്രീനഗറാണ്, ജമ്മു വിൻ്റർ ക്യാപിറ്റലാണ്, ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ്. പിന്നെ കിഷ്ത്വർ നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക്, ദച്ചിഗം നാഷണൽ പാർക്ക്, സലിമലി നാഷണൽ പാർക്ക്, ഇതൊക്കെ ഈ നാഷണൽ പാർക്സൊക്കെ ജമ്മു ആൻഡ് കാശ്മീരിലാണുള്ളത്. പിന്നെ ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹൊക്കേർസർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജസ്റോട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലച്ചിപ്പോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ളതാണ്. പിന്നെ വൂളാർ ലേക്ക്, ഏഷ്യയിലത്തെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്, അതും ജമ്മു ആൻഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ന്യൂസ്, നാസ സെലക്ട് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ടു ലാൻഡ് നെക്സ്റ്റ് അമേരിക്കൻസ് ഓൺ മൂൺ. അപ്പോൾ അടുത്ത അമേരിക്കൻസിനെ, ആസ്ട്രോനോട്ട്സിനെ മൂണിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് സെലക്ട് ചെയ്തു നാസ ഈസ് ഗെറ്റിംഗ് റെഡി ടു സെൻഡ് ആസ്ട്രോനോട്ട്സ് ടു എക്സ്പ്ലോർ മോർ ഓഫ് ദ മൂൺ ആസ് പാർട്ട് ഓഫ് ദ ആർടെമിസ് പ്രോഗ്രാം ആൻഡ് ദ ഏജൻസി ഹാസ് സെലക്ടഡ് സ്പേസ് എക്സ്. ഏജൻസി സെലക്ട് ചെയ്തത് സ്പേസ് എക്സിനെയാണ് ടു കണ്ടിന്യൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഹ്യൂമൻ ലാൻഡർ ദാറ്റ് വിൽ സേഫ്ലി ക്യാരി നെക്സ്റ്റ് 2 അമേരിക്കൻ ആസ്ട്രോനോട്ട്സ് ടു ദ ലൂണാർ സർഫസ്. മൂണിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത 2 അമേരിക്കൻ ആസ്ട്രോനോട്ട്സിനെ. അപ്പം നാസ റിലേറ്റഡ് ന്യൂസാണ്. നാസയുടെ ഫുൾ ഫോമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നാസ ഫൗണ്ട് ചെയ്തത് 1 ഒക്ടോബർ 1958 അതിൻ്റെ ഫൗണ്ടർ ഡ്വൈറ്റ് ഡി ഐസൻഹോവറാണ്. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് വാഷിങ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. പിന്നെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ, നാസയുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റീവ് ജുർസൈക്കാണ്. അടുത്ത ന്യൂസ്, ഫോർമർ US അംബാസഡർ ടു ഇന്ത്യ റിച്ചാർഡ് വർമ്മ അപ്പോയിൻറ്റഡ് ആസ് മാസ്റ്റർ കാർഡ്സ് ഹെഡ് ഓഫ് ഗ്ലോബൽ പബ്ലിക് പോളിസി. അപ്പോൾ മുൻ US അംബാസഡർ ടു ഇന്ത്യ ആയിരുന്ന റിച്ചാർഡ് വർമ്മ മാസ്റ്റർ കാർഡിൻ്റെ ഹെഡായിട്ട് അപ്പോയിൻ്റ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓഫ് ഗ്ലോബൽ പബ്ലിക് പോളിസി. അപ്പോൾ ഫോർമർ US അംബാസഡർ ടു ഇന്ത്യ റിച്ചാർഡ് വർമ്മ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ജനറൽ കൗൺസിൽ ആൻഡ് ഹെഡ് ഓഫ് ഗ്ലോബൽ പബ്ലിക് പോളിസി ഓഫ് മാസ്റ്റർ കാർഡിൻ്റെ ഗ്ലോബൽ പബ്ലിക് പോളിസിയുടെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഇന്ത്യൻ അമേരിക്കൻ ടു സെർവ് ഇൻ ദിസ് പൊസിഷൻ സോ ഫാർ. വർമ്മ ജോയിൻഡ് മാസ്റ്റർ കാർഡ് ഇൻ ഒക്ടോബർ 2020. വർമ്മ, അതായത് റിച്ചാർഡ് വർമ്മ മാസ്റ്റർ കാർഡ് ജോയിൻ ചെയ്തത് കഴിഞ്ഞ വർഷം, അതായത് ഒക്ടോബർ 2020 ജോയിൻ ചെയ്തത്. വർമ്മ 52 സെർവ്ഡ് ആസ് US അംബാസഡർ ടു ഇന്ത്യ ഫ്രം 2014 to 2017. അപ്പോൾ വർമ്മ, 52 വയസ്സുള്ള വർമ്മ US അംബാസഡർ ടു ഇന്ത്യ ആയിരുന്ന കാലം എന്ന് പറയുന്നത് 2014 തൊട്ട് 2017 വരെ ആയിരുന്നു. മാസ്റ്റർ കാർഡ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് മാസ്റ്റർ കാർഡിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. മാസ്റ്റർ കാർഡ് ഫൗണ്ട് ചെയ്തത് 16 ഡിസംബർ 1966 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പർച്ചേസ് ഹാരിസൺ, ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അതിൻ്റെ CEO മൈക്കിൾ മീബാച്ച് ആണ്. അടുത്ത ന്യൂസ്, ഫോർമർ ആസാം ചീഫ് മിനിസ്റ്റർ ആൻഡ് 7-time MLA ഡോക്ടർ ഭൂമിധർ ബർമൻ പാസസ് അവേ. അപ്പോൾ ഭൂമിധർ ബർമൻ ആസാം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, 7-time MLA ആയിരുന്നു, മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമർ ചീഫ് മിനിസ്റ്റർ ആൻഡ് 7-time MLA ഡോക്ടർ ഭൂമിധർ ബർമൻ പാസ്ഡ് അവേ. ഹി വാസ് 90. ഡോക്ടർ ബർമൻ ഹെൽഡ് ദ പോസ്റ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ പോസ്റ്റിൽ ഇരുന്നത് 1996 ഏപ്രിൽ തൊട്ട് മെയ് 1996 വരെ, 1 മാസമാണ്. അതേപോലെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് ഫോർമർ ചീഫ് മിനിസ്റ്റർ ഹിതേശ്വർ സായ്കിയ
ഹിതേശ്വർ സായ്കിയ മരിച്ച സമയത്താണ് ആ പോസ്റ്റിലിരുന്നത്. പിന്നെ അതേപോലെ തന്നെ തരുൺ ഗൊഗോയ് ലീവിന് പോയി, മെഡിക്കൽ ഗ്രൗണ്ട്സിൽ ലീവിന് പോയ സമയത്തും 2010 കുറച്ചു കാലം ചീഫ് മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. 7 ടൈം MLA കൂടിയാണ് ഭൂമിധർ ബർമൻ. അപ്പോൾ ഭൂമിധർ ബർമൻ അന്തരിച്ചു എന്നാണ് ന്യൂസ്. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഭൂമിധർ ബർമൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആസാമിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ആസാമിൻ്റെ സ്റ്റാറ്റിക് GK ആണ്. ആസാമിൻ്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ് സോനോവാൾ. ആസാം ഗവർണർ ജഗദീഷ് മുഖിയാണ്. പിന്നെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, കാശിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ഈ നാഷണൽ പാർക്സ് ഒക്കെ ആസാമിലുള്ളതാണ്. പിന്നെ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബുരാ ചപ്പോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചക്രശില വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലൗക്കോവ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗരംപാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ആസാമിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ ലാർജസ്റ്റ് റിവർ ഐലാൻഡായ മാജുലി, ബ്രഹ്മപുത്ര റിവറിലത്തെ മാജുലി, അതും ആസാമിലാണുള്ളത്. പിന്നെ കാമക്യ ടെമ്പിൾ, ശുക്രേശ്വർ ടെമ്പിൾ, ഇതൊക്കെ ആസാമിലാണുള്ളത്. ലോകപ്രിയ ഗോപിനാഥ് ബോർഡോലോയ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആസാമിലാണുള്ളത്. ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ആസാമിലാണുള്ളത്. അടുത്ത ന്യൂസ്, വെറ്ററൻ ഹിന്ദി റൈറ്റർ നരേന്ദ്ര കോഹ്ലി പാസ്ഡ് അവേ. വെറ്ററൻ ഹിന്ദി റൈറ്ററായ നരേന്ദ്ര കോഹ്ലി അന്തരിച്ചു എന്നാണ് ന്യൂസ്. ശ്രീ കോഹ്ലി അറൈവ്ഡ് ഓൺ ദ national scene with his writings about the characters of Ramayana and Mahabharata. His 8-volume writing about Mahabharata, Mahasamar, is considered a masterpiece. അപ്പോൾ റൈറ്ററാണ്, ഹിന്ദി റൈറ്ററായ നരേന്ദ്ര കോഹ്ലി മരിച്ചു എന്നാണ് ന്യൂസ്. അടുത്ത ന്യൂസ്, ഇന്ത്യസ് 40th സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ടീം ടു അന്റാർട്ടിക്ക റിട്ടേൺസ് ടു കേപ്പ് ടൗൺ. അപ്പോൾ 40th സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ടീം ടു അന്റാർട്ടിക്കയിലേക്ക് ഉള്ള 40th സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ടീം, ഇന്ത്യയിൽ നിന്നുള്ള 40th എക്സ്പെഡിഷൻ ടീം കേപ്പ് ടൗണിൽ തിരിച്ചെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ 40th സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ടു അന്റാർട്ടിക്ക 40 ISCA hosted by the Ministry of Earth Sciences successfully returned to Cape Town after completing a journey of about 12,000 nautical miles in 94 days. ഇൻക്ലൂഡിങ് സ്റ്റോപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചത്. ദിസ് അച്ചീവ്മെൻറ്റ് കൺക്ലൂഡ്സ് 4 successful decades of India's scientific endeavor in a continent of peace and cooperation. Bharati and Maitri are India's permanent research base stations in Antarctica. അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ പെർമനൻറ്റ് ബേസ് സ്റ്റേഷൻ്റെ പേരാണ് ഭാരതി ആൻഡ് മൈത്രി. പിന്നെ അപ്പോൾ 40th സയൻറ്റിഫിക് എക്സ്പെഡീഷൻ തിരിച്ചെത്തി കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്കേൻ്റെ ക്യാപിറ്റലായ കേപ്പ് ടൗണിൽ തിരിച്ചെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ന്യൂസ്, വേൾഡ് ലിവർ ഡേ ഒബ്സർവ് ചെയ്യുന്നത് April 19 April 19 വേൾഡ് ലിവർ ഡേ. അപ്പോൾ വേൾഡ് ലിവർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എവറി April 19 ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ലിവർ റിലേറ്റഡ് ഡിസീസ്. അപ്പോൾ ലിവർ റിലേറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ദ ലിവർ ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗാൻ ഇൻ ദ ബോഡി വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ഓർഗാൻ, അത് കഴിഞ്ഞാൽ ലിവറാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കീ പ്ലെയർ ഇൻ അവർ ബോഡീസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കീ റോള് പ്ലേ ചെയ്യുന്നത് ലിവറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിവറാണ് അപ്പോൾ ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഗൻ, ലാർജസ്റ്റ് ആൻഡ് കോംപ്ലക്സ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ലിവറാണ്. അടുത്ത ന്യൂസ്, ഇന്ത്യാസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ വുമൺ ഹോക്കി റഫറി അനുപമ പുച്ചിമാണ്ട പാസസ് അവേ. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ ഹോക്കി റഫറിയായ അനുപമ പുച്ചിമാണ്ട അന്തരിച്ചു എന്നാണ് ന്യൂസ്. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് ആൻ ഇൻ്റർനാഷണൽ ഹോക്കി അമ്പയർ ഇൻ 2004. 2004 അമ്പയറായിട്ട് സ്ഥാനമേറ്റെടുത്തത്. ആൻഡ് വാസ് ദ ഫസ്റ്റ് വുമൺ റഫറി ഫ്രം ഇന്ത്യ ടു ഒഫീഷ്യേറ്റ് ഇൻ ഇൻ്റർനാഷണൽ ഹോക്കി മാച്ചസ്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് വുമൺ ഹോക്കി അമ്പയറായിട്ട് ഈ സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. She was selected by the International Hockey Federation as one of the youngest umpires among 10 men and women in the world. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ വുമൺ ഹോക്കി റഫറിയായ അനുപമ പുച്ചിമാണ്ട അന്തരിച്ചു എന്നാണ് ന്യൂസ്. അടുത്ത ന്യൂസ്, ശ്രീഹരി നട്രാജ് സ്വീപ്സ് ബാക്ക് സ്ട്രോക്ക് ടൈറ്റിൽ ഇൻ എ നാഷണൽ റെക്കോർഡ് ടൈം അറ്റ് ഉസ്ബെക്കിസ്ഥാൻ ഓപ്പൺ സ്വിമ്മിങ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഓപ്പൺ സ്വിമ്മിങ്ങിൽ നാഷണൽ റെക്കോർഡ് ടൈം, അപ്പോൾ ബാക്ക് സ്ട്രോക്ക് ടൈറ്റിൽസിൽ നാഷണൽ റെക്കോർഡ് നേടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ബാക്ക് സ്ട്രോക്കർ ശ്രീഹരി നട്രാജ് Indian backstroker Srihari Nataraj swept the backstroke events at the Uzbekistan Open
Swimming Championship in Tashkent. അപ്പോൾ the 20-year-old ശ്രീഹരി pocketed the 50-meter crown 25.11 seconds. അപ്പോൾ 25.11 സെക്കൻഡ്സിലാണ് 50 മീറ്റർ ക്രൗൺ പാസ് ചെയ്തത്. അനദർ നാഷണൽ മാർക്ക്, അടുത്തൊരു നാഷണൽ മാർക്കാണ്. ഹി ബെറ്റഡ് ഹിസ് ഓൺ റെക്കോർഡ്. ഇതിനു മുമ്പ് ശ്രീഹരി നട്ടരാജ് തന്നെ ക്രിയേറ്റ് ചെയ്തൊരു റെക്കോർഡുണ്ട്. 25.5 സെക്കൻഡിലാണ് ക്രോസ് ചെയ്തത്. സെക്കൻഡ്സ് സെറ്റ് അറ്റ് വേൾഡ് ജൂനിയർ സ്വിമ്മിംഗ് മീറ്റ് ഇൻ 2019 സെറ്റ് ചെയ്ത റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീഹരി നട്ടരാജ് സ്വീപ്സ് ബാക്ക് സ്ട്രോക്ക് ടൈറ്റിൽസ് ഇൻ നാഷണൽ റെക്കോർഡ് ടൈം അറ്റ് ഉസ്ബെക്കിസ്ഥാൻ ഓപ്പൺ സ്വിമ്മിംഗ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് താഷ്കെൻറ്റ്, കറൻസി സോമാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഷൗക്കത്ത് മിർസിയോയേവ്. അപ്പോൾ അടുത്ത ന്യൂസ്, ജെൻഡർ സംവാദ് ഇവൻറ്റ് ലോഞ്ച് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ജെൻഡർ സംവാദ് ഇവൻറ്റ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെൻഡർ സംവാദ് ഇവൻറ്റ് ജോയിൻറ്റ് അറ്റംപ്റ്റ് ബിറ്റ്വീൻ ദ ഡേ NRLM ആൻഡ് ദ ഇനീഷ്യേറ്റീവ് ഓഫ് iWage to create a common platform was organized by the Ministry of Rural Development. The attempt is to generate greater awareness on gender-related interventions under day NRLM across the country and best practices with a focus on hearing voices from the states and the field. അപ്പോൾ iWageൻ്റെ ഫുൾ ഫോമാണ് വാട്ട് വർക്ക്സ് ടു അഡ്വാൻസ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ ദ എക്കണോമി. അപ്പോൾ ജെൻഡർ സംവാദ് ഇവൻ്റ് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ലോഞ്ച് ചെയ്തത് ജെൻഡർ സംവാദ് ഇവൻ്റ്. അടുത്ത ന്യൂസ്, റെയിൽവേസ് ടു റൺ ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻസ് ത്രൂ ഗ്രീൻ കോറിഡോഴ്സ് ടു ഫൈറ്റ് കോവിഡ്. അപ്പോൾ കോവിഡിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻസ് ഗ്രീൻ കോറിഡോഴ്സിൽ കൂടെ റൺ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റെയിൽവേസ്. അപ്പോൾ ഗിവൺ ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ COVID-19 കേസസ്, റെയിൽവേസ് വിൽ ഓപ്പറേറ്റ് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻസ് ടു ട്രാൻസ്പോർട്ട് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ and oxygen cylinders for patients across India using green corridors for expeditious delivery. The transportation of LMO would be done through the roll-on roll-off service with road tankers placed at a flat wagon. അപ്പോൾ റെയിൽവേസ് ആണ് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻസ് ഗ്രീൻ കോറിഡോഴ്സ് കൂടെ റൺ ചെയ്യാൻ തീരുമാനിച്ചത്. അത് കോവിഡിനെതിരെയുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. റെയിൽവേ ബോർഡ് ഫോം ചെയ്തത് മാർച്ച് 1905 റെയിൽവേ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. റെയിൽവേ ബോർഡിൻ്റെ CEO ആണ് സുനീത് ശർമ്മ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. So thank you everyone. Thank you.